കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ഫ്ലാറ്റുകൾ മേടിക്കാൻ വരുന്ന ആൾക്കാർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം എന്നുള്ളത് തന്നെയാണ്. 5 തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ വീടിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓർഗാനിക് വേസ്റ്റ്. ആ ഓർഗാനിക് വേസ്റ്റ് നമ്മളത് വളമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ ഇല്ലാതാക്കി ട്രീറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സംവിധാനം എല്ലാ പ്രോജക്റ്റുകളും ഉണ്ടാവും. രണ്ടാമത്തെ സംവിധാനം ആവശ്യമായിട്ടുള്ളത് നോൺ ഓർഗാനിക് വേസ്റ്റുകളാണ്. അത് സംസ്കരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് കളക്ട് ചെയ്ത് പുറത്തു പോയിട്ട് പെല്ലറ്റുകളാക്കി മാറ്റി റോഡ് ടാറിങ് അത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവുക. ഇത് രണ്ടും സാധാരണ എല്ലാ പ്രോജക്റ്റുകളിലും ഇപ്പോൾ കൊടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു 5 പോയിന്റ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമാണ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വീടുകളുണ്ടാകുന്ന ഏറ്റവും വലിയ വേസ്റ്റാണ് മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് പ്രായമായ ആൾക്കാരെ കൊണ്ടെങ്കിൽ സിറിഞ്ചുകൾ, ടാബ്ലറ്റ്സിന്റെ കവറുകൾ അത് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് മാറ്റാം. കാരണം അതിന് ഓർഗാനിക് വേസ്റ്റ് കൂടെ നമുക്ക് സംസ്കരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന്റെ സെപ്പറേറ്റ് കളക്ഷൻ സംവിധാനം ഉണ്ടാവണം. പുതിയ തലമുറയിലെ വേസ്റ്റാണ് ഈ വേസ്റ്റ്. മൊബൈൽ ഫോണുകൾ, ബാറ്ററികൾ, ചാർജറുകൾ. അപ്പോൾ അത്തരം സാധനങ്ങളും നമുക്ക് ഓർഗാനിക് വേസ്റ്റിന് കൂടിയോ നോൺ ഓർഗാനിക് വേസ്റ്റിന് കൂടിയോ സംസ്കരിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെഗ്രിഗേറ്റ് ചെയ്യണം. അവസാനത്തെ ഐറ്റമാണ് ഇൻസിൻറേറ്റ് ചെയ്ത് കളയേണ്ട വേസ്റ്റ്. നാപ്കിനുകൾ, സാനിറ്ററി പാഡുകൾ, അത്തരം കാര്യങ്ങളെല്ലാം ഇൻസിൻറേറ്റ് വഴി സംസ്കരിക്കാനായിട്ട്. അപ്പോൾ ഇൻസിൻറേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അതിന്റെ പുക വിൻഡ് ഡയറക്ഷൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു വേണം വയ്ക്കാനായിട്ട്. അടുത്തുള്ള വീടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. വളരെ സൂക്ഷ്മമായിട്ടും വളരെ കൃത്യമായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻസിൻറേറ്ററുകളാണ് മൾട്ടി സ്റ്റോറി അപ്പാർട്ട്മെന്റുകൾ ആവശ്യം. അസറ്റ് ഹോംസ് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും ഈ 5 പോയിന്റ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ എഫിഷ്യന്റ് ആയിട്ട് ഞങ്ങളുടെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രോജക്റ്റുകളിൽ ഇത്തരം വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കുന്നത്.